ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഏജൻസി ആയിട്ടുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO ആണ്. അപ്പോൾ ഒട്ടും നേരം കളയാതെ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താ? WHO ഈസ് എ സ്പെഷ്യലൈസ്ഡ് നോൺ പൊളിറ്റിക്കൽ ഹെൽത്ത് ഏജൻസി ഓഫ് യുണൈറ്റഡ് നേഷൻ്റെ ഒരു നോൺ പൊളിറ്റിക്കൽ ഇൻ്റർനാഷണൽ ഹെൽത്ത് ഏജൻസിയാണ് എന്തെന്ന് പറയുന്നത് WHO. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. സ്വിറ്റ്സർലൻഡിലുള്ള ജനീവയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി ഇത് കെയിം ഇൻ ടു ഫോഴ്സ് എന്താ? ഇത് നിലവിൽ വന്നതെന്നാ 1948 ഏപ്രിൽ 7-നാണ്. ഓക്കെ, 1948 ഏപ്രിൽ 7-നാണ് ഇത് നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7-ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? WHO എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് നോൺ പൊളിറ്റിക്കൽ ഇൻ്റർനാഷണൽ ഹെൽത്ത് ഏജൻസിയാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവയിലാണ്. ഇനി അത് നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7-നാണ്. അന്ന് തന്നെയാണ് നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? അറ്റൈൻമെൻറ്റ് ബൈ ഓൾ പീപ്പിൾസ് ഓഫ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് ഹെൽത്ത്, അല്ലേ? എല്ലാ ജനങ്ങൾക്കും ഒരു ഉയർന്ന ആരോഗ്യം കൈവരിക്കുക. അതാണ് WHO മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി WHO ഹെൽത്തിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. അതായത് ആരോഗ്യം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെയാണ്. അല്ലാതെ എന്താ ഒരു രോഗമില്ലാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമിറ്റീസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥേനെയല്ല നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവർ ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി വെൽബീയിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിനെ കൂടിയാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് രോഗമൊന്നുമില്ല എന്ന് വെച്ചാൽ അയാൾ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അയാൾ ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി എങ്ങനെയായിരിക്കണം? ഒരു വെൽബീയിങ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കണം. അപ്പോഴാണ് അയാൾ നമുക്ക് ഹെൽത്തി പേഴ്സൺ എന്ന് പറയാൻ പറ്റുക. ഇനി ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ്റെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, അല്ലേ? യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും കൂടാതെ അയാളുടെ റിലീജിയൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബിലീഫ് അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഇതിൻ്റെ ഒന്നിൻ്റെയും വ്യത്യാസമില്ലാതെ അയാൾക്ക് ഏറ്റവും ഉയർന്ന ആരോഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ ഒരു മൗലിക അവകാശമാണ്, അല്ലേ? ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഇനി WHO സോഷ്യൽ ടാർഗറ്റ് എന്താണ്? ബൈ ദ ഇയർ ഓഫ് 2000 ആവുമ്പോഴേക്കും ഒരു മനുഷ്യന് സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഒരു പ്രൊഡക്റ്റീവ് ലൈഫ് ലീഡ് ചെയ്യുന്നതിനുള്ള അത്രയും ലെവൽ ഓഫ് ആരോഗ്യം അല്ലെങ്കിൽ അത്രയും ലെവൽ ഓഫ് ഹെൽത്ത് അറ്റൈൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഏത് വർഷം ആവുമ്പോഴേക്കും? 2000 ആവുമ്പോഴേക്കും ഒരു മനുഷ്യന് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ് ലീഡ് ചെയ്യുന്നതിനുള്ള ലെവൽ ഓഫ് ഹെൽത്ത് അറ്റൈൻ ചെയ്യുക. അതാണ് WHO സോഷ്യൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? WHO ഓപ്പൺ മെമ്പർഷിപ്പാണ് എല്ലാ കൺട്രിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഓപ്പൺ മെമ്പർഷിപ്പ് ടു ഓൾ കൺട്രീസ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് WHO സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 56 മെമ്പേഴ്സാണ് ഉണ്ടായത്. ഓക്കെ, 56 മെമ്പേഴ്സാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പം എങ്ങനെയാണ്? 194 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 56 എന്നുള്ളത് 194 ആയി. ഓരോ കൺട്രീസും എന്ത് ചെയ്യുന്നുണ്ട്? ഇയർലി WHO ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എല്ലാ മെമ്പർ സ്റ്റേറ്റ്സും എന്ത് ചെയ്യും? WHO ഫണ്ടിലേക്ക് ഇയർലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ WHO ഓരോ കൺട്രിക്കും ആവശ്യമായിട്ടുള്ള സർവീസസ് ആൻഡ് എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെമ്പർഷിപ്പിൻ്റെ കാര്യം പറയുന്നത്. ഓപ്പൺ മെമ്പർഷിപ്പാണ്. തുടങ്ങിയ സമയത്ത് 56 ആയിരുന്നു, ഇപ്പോൾ 194 ഉണ്ട്. അതേപോലെ തന്നെ ഫണ്ട് ഇയർലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സർവീസസ് ഓരോ കൺട്രീസും റിസീവും ചെയ്യുന്നുണ്ട്. WHO എന്ന് പറയുന്നത് ആദ്യത്തെയാണ് ഡയറക്റ്റിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് അതോറിറ്റി. അതായത് WHO എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഇൻ്റർനാഷണൽ ഹെൽത്ത് വർക്കും ഡയറക്റ്റ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡയറക്റ്റിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് അതോറിറ്റി ഓഫ് ഓൾ ഇൻ്റർനാഷണൽ ഹെൽത്ത് വർക്ക്സ്. അതേപോലെ തന്നെ WHO വഴി ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ്
റൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരവരുടെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് ദി ഹെൽത്ത് സർവീസസ്. അതായത് WHO എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കൺട്രീസിനെയും അവരവരുടെ ഹെൽത്ത് സർവീസസ് സ്ട്രെങ്തൻ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അവരവരുടെ തന്നെ ഹെൽത്ത് സർവീസസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഓരോ കൺട്രീസിനെയും WHO ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എന്ത് നൽകുന്നുണ്ട്, അഡ്വൈസറി ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട്. ഓക്കെ, ഓരോ കൺട്രിക്കും ആവശ്യമായിട്ടുള്ള അഡ്വൈസറി ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ടും എന്ത് ചെയ്യുന്നുണ്ട്, WHO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സ്ട്രക്ചർ ഓഫ് WHO. സ്ട്രക്ചർ ഓഫ് WHO എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 ബോഡീസ് ആയിട്ടാണുള്ളത്. ആദ്യത്തെയാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി, അടുത്തത് എക്സിക്യൂട്ടീവ് ബോർഡ്, മൂന്നാമത്തെ WHO സെക്രട്ടേറിയറ്റ്. ആദ്യത്തെയാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി. വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുമ്പോൾ എന്താ, സുപ്രീം ഗവേണിംഗ് ബോഡി ഓഫ് WHO ആണ്. ഓക്കെ, നമ്മുടെ WHOൻ്റെ സുപ്രീം ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് ആരാണ്, വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. ഇതെന്താണ്, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ ആരൊക്കെയാണ് ഉള്ളത്, എല്ലാ സ്റ്റേറ്റ് മെമ്പേഴ്സിൻ്റെയും എല്ലാ കൺട്രീസിൻ്റെയും എന്തുണ്ട്, ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, ഓൾ മെമ്പർ കൺട്രീസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. പിന്നെ ഇത് കൂടുന്നത് എപ്പോഴാണ്, വൺസ് ഇൻ എ ഇയർ ആണ്. ഓക്കെ, വൺസ് ഇൻ എ ഇയർ ആണ് മീറ്റിംഗ് നടക്കുന്നത്. അതേപോലെ ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അപ്രൂവ് ചെയ്യുക, പോളിസീസും പ്രോഗ്രാംസും ബഡ്ജറ്റ്സൊക്കെ അപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നതാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എക്സിക്യൂട്ടീവ് ബോർഡ്. എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് പറയുമ്പോൾ എന്താ, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, മറ്റോടത്ത് റെപ്രസെൻറ്റേറ്റീവ്സ് ആണുള്ളത്, ഇവിടെ ആരാണുള്ളത്, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണുള്ളത്. ഇതിൻ്റെ 1/3 ഓഫ് മെമ്പേഴ്സ് എന്ത് ചെയ്യും, എല്ലാ വർഷവും നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, 1/3 ഓഫ് ദി മെമ്പേഴ്സിനെ നമ്മൾ എല്ലാ കൊല്ലവും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇവിടെ മീറ്റിംഗ് നടക്കുന്നത് എപ്പോഴാണ്, ട്വൈസ് ഇൻ എ ഇയർ ആണ്, വർഷത്തിൽ 2 പ്രാവശ്യം നടക്കും. ഇവരുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്താണ്, എൻഷുവർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേൾഡ് ഹെൽത്ത് അസംബ്ലി ഡിസിഷൻസ്. ഓക്കെ, വേൾഡ് ഹെൽത്ത് അസംബ്ലി എടുത്ത ഡിസിഷൻസൊക്കെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നുണ്ടോ എന്ന് എൻഷുവർ ചെയ്യുന്നതാണ് ആരുടെ ഡ്യൂട്ടി, എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇവർക്ക് എന്തില്ല, പോളിസീസോ പ്രോഗ്രാംസൊക്കെ അപ്രൂവ് ചെയ്യാനുള്ള അധികാരമില്ല. അതാർക്കാണ്, വേൾഡ് ഹെൽത്ത് അസംബ്ലിക്കാണുള്ളത്. പക്ഷേ ഇവർക്ക് എന്തുണ്ട്, എമർജൻസി സിറ്റുവേഷനിൽ, ഓക്കെ, എമർജൻസി സിറ്റുവേഷനിൽ ഇവർക്ക് തീരുമാനം എടുക്കാനുള്ള അല്ലെങ്കിൽ ആക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടീവ് ബോർഡിൽ എന്തൊക്കെ പറഞ്ഞു, എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് പറയുന്നത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ട്വൈസ് ഇൻ എ ഇയർ ആണ് മീറ്റിംഗ് നടക്കുന്നത്. അതേപോലെ തന്നെ 1/3 ഓഫ് ദി പോർഷൻ എപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ റിന്യൂ ചെയ്യും ആൾക്കാരെ. പിന്നെ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ, എൻഷുവർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേൾഡ് ഹെൽത്ത് അസംബ്ലി ഡിസിഷൻസ്. പിന്നെ എന്ത് ചെയ്യാം, എമർജൻസി സിറ്റുവേഷനിൽ ആക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് WHO സെക്രട്ടേറിയറ്റ്. WHO സെക്രട്ടേറിയറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ജനീവ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവയിലാണ്. അപ്പോൾ WHO സെക്രട്ടേറിയറ്റ് എവിടെയാണ്, ജനീവയിൽ തന്നെയാണ്. ഇതിൻ്റെ ഇനി ഹെഡ് ആരാണ്, ഡയറക്ടർ ജനറൽ. ഓക്കെ, ഡയറക്ടർ ജനറലാണ് ഇത് ഹെഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലെന്തുണ്ട്, 14 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, കണ്ടെയ്ൻ 14 ഡിവിഷൻസ് മാനേജിങ് ഗ്ലോബൽ ഹെൽത്ത് വർക്ക്. ഗ്ലോബൽ ഹെൽത്ത് വർക്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 14 ഡിവിഷനുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു എന്താ, 3 മെയിൻ ബോഡീസാണുള്ളത്. ആദ്യത്തെ ഹെൽത്ത് അസംബ്ലിയാണ് എന്തെന്ന് പറയുന്നത്, സുപ്രീം ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് അല്ലേ. വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് സുപ്രീം ഗവേണിംഗ് ബോഡി ഓഫ് WHO എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സിക്യൂട്ടീവ് ബോർഡ്. എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് പറയുമ്പോൾ എന്താ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു കമ്മിറ്റിയാണ് എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് പറയുന്നത്. അടുത്താണ് സെക്രട്ടേറിയറ്റ്, WHO സെക്രട്ടേറിയറ്റ്. ഇത് ജനീവയിലാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഡയറക്ടർ ജനറലാണ് ഇതിൻ്റെ ഹെഡ് എന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് എന്ത്, സ്ട്രക്ചർ. പിന്നെ റീജിയണൽ ഓഫീസ്. നമ്മുടെ WHO-ക്ക് 6 റീജിയണൽ ഓഫീസസ് ആണുള്ളത്. ഓക്കെ, വേൾഡ് വൈഡ് ആയിട്ട് 6 റീജിയൻസ് ആണ് ഉള്ളത്. ഇതിൽ ഇന്ത്യ ഉള്ളത് എവിടെയാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലാണ്. ഓക്കെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലാണ് ആരുള്ളത്, നമ്മുടെ ഇന്ത്യ ഉള്ളത്. ഇതിൻ്റെ റീജിയണൽ ഓഫീസ് എവിടെയാണ്, ന്യൂഡൽഹി. ഓക്കെ, റീജിയണൽ ഓഫീസ് ഓഫ് WHO എവിടെയാണുള്ളത്, ന്യൂഡൽഹി.
ഇനി നമ്മുടെ സൗത്ത് ഈസ്റ്റ് റീജിയനിലുള്ള കൺട്രീസ് ഏതൊക്കെയാണ്? ആദ്യത്തെ ഇന്ത്യ, നമ്മുടെ ഇന്ത്യ ഉണ്ട്, മ്യാൻമർ ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, മാൽദീവ്സ് ഉണ്ട്, നേപ്പാൾ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, കൊറിയ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ടിമോർ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കൺട്രീസാണ് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലുള്ള കൺട്രീസ്. ഇനി അടുത്തത്, ഹു ഈസ് ദ കറണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് WHO? നമ്മുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? അത് നിങ്ങൾക്കുള്ളൊരു ടാസ്ക്കാണ്. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാമൊക്കെ എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.